الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود صلى الله وسلم على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا صدق الله مولانا العظيم لا تنكر الوحي من رؤياه إنا له قلبا إذا نامت العينان لم ينام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബഹുമാനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമളാനിന്റെ പകുതി ഭാഗം അവസാനിക്കാൻ ഇനി 2 ദിവസം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഈ വേഗത. ഏത് വേഗത? സമയത്തിൻ്റെ വേഗത. സമയം വളരെ വേഗം കുതിച്ചു ഓടുകയാണ്.
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ വേഗത കൂട്ടണം. വസാരിഉ, നിങ്ങൾ പെട്ടെന്ന് തന്നെ വരണം. അല്ലാഹു പാപമോചനം നൽകുന്നവനാണ്. മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരണം. ആരെയും കാത്തു നിൽക്കാനുള്ള സമയം ഇവിടെ ഇല്ല. വളരെ വേഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. റമദാൻ തുടങ്ങിയത് ഇന്നലെ എന്നതുപോലെ തോന്നുകയാണ്. ഇന്ന് റമദാനിന്റെ 14ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുടെ ആണ്ട് നടത്തി ഈ മഹത്തായ പരിപാടിക്ക് നമുക്ക് പരിസമാപ്തി കുറിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആൻ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞു തന്ന വചനങ്ങളിലൂടെയാണല്ലോ നമ്മൾ ഇത്രയും ദിവസം സഞ്ചരിച്ചിട്ടുള്ളത്. ആ മഹാന്മാർ അല്ലാഹുവിൻ്റെ മാർഗം അവലംബിച്ചു, ദുനിയാവിനെ വെടിഞ്ഞു. ഈമാനിൽ നിന്ന് രാജാവും നാട്ടുകാരും കുടുംബക്കാരും മറ്റുള്ളവരും തങ്ങളെ തെറ്റിച്ചു കളയുമോ എന്ന പേടികൊണ്ട് അവരുടെ ദീൻ ഉപേക്ഷിച്ചതുപോലെ അവരുമായുള്ള ശാരീരികമായ സമ്പർക്കവും അവർ ഉപേക്ഷിച്ചു. അല്ലാഹു അവർക്ക് ഒരുക്കിയ ഗുഹയിലേക്ക് അവർ താമസം മാറ്റി. ആ ഗുഹയിൽ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തു തരണം. അല്ലാഹു തആല അവർക്ക് വലിയ കറാമത്തുകൾ ഓരോന്നോരോന്നായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സൂര്യന്റെ ചൂടേൽക്കാത്ത രൂപത്തിലുള്ള തണൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലായി ആരാധനകൾ നിർവഹിച്ച് ജീവിതം ധന്യമാക്കിയ യുവാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ കറാമത്തുകൾ ഓരോന്നോരോന്നായി പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളർന്ന യുവാവ്, അവർക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണൽ നൽകുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. ആ അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗങ്ങളുണ്ട്. ആ 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിതം ധന്യമാക്കിയ യുവാക്കൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അസ്ഹാബുൽ കഹ്ഫ് ആ രൂപത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാം വെടിഞ്ഞിട്ടുള്ളത്.
കഴിഞ്ഞ ക്ലാസ്സിൽ അർശിന്റെ തണല് കിട്ടുന്ന രണ്ട് വിഭാഗത്തെ നമ്മൾ പറഞ്ഞു. ഒന്ന് ഇമാമുൻ ആദിലുൻ, മൂന്ന് വിഭാഗത്തെ നമ്മൾ പറഞ്ഞു. ഇമാമുൻ ആദിലുൻ, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. പള്ളികളുമായി ഹൃദയം ബന്ധിച്ച ആളുകൾ, അവർക്ക് അർശിന്റെ തണൽ ഉണ്ട്. ورجلان تحابا في الله اجتمعا عليه وتفرقا عليه. രണ്ടാളുകൾ അവർ അല്ലാഹുവിന്റെ മാർഗത്തിലായി പരസ്പരം ഇഷ്ടപ്പെടുകയും അല്ലാഹുവിന്റെ മാർഗത്തിലായി ഒരുമിച്ച് കൂടുകയും അല്ലാഹുവിന്റെ മാർഗത്തിലായി പിരിഞ്ഞു പോവുകയും ചെയ്യുകയാണ്. അവർക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നുണ്ട്. ورجل دعته امرأة ذات منصب وجمال فقال إني أخاف الله. ഒരു പുരുഷനെ ഒരു സ്ത്രീ ക്ഷണിക്കുകയാണ്. തറവാടും ഭംഗിയും ഉള്ള ഒരു സ്ത്രീ ഒരു പുരുഷനെ അനാവശ്യമായ ബന്ധത്തിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ഫഖാല, എല്ലാ സാഹചര്യവും ഒത്തിണങ്ങിയിട്ടും ആ യുവാവ് പറയുകയാണ് ആ സ്ത്രീയോട്, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുകയാണ്. ആ യുവാവിന്, ആ മനുഷ്യന് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുകയാണ്. വറജുലുൻ തസദ്ദഖ ബിസദഖ, ഒരാൾ നല്ല സദഖ നൽകുകയാണ്. ഫഅഖ്ഫാഹാ, ആ സദഖ നൽകുന്നത് അയാൾ അവ്യക്തമാക്കി പരസ്യമാക്കാതെ രഹസ്യമാക്കി വെക്കുകയാണ്. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ആ മനുഷ്യൻ സദഖ നൽകുമ്പോൾ അവന്റെ വലതുകൈ നൽകിയത് ഇടതുകൈ അറിയുന്നില്ല. ആ രൂപത്തിൽ നൽകുന്ന ആളുകൾക്കും അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പരസ്യമായി സദഖ നൽകുന്നവർക്കെല്ലാം സ്വർഗം നിഷേധിക്കപ്പെടും എന്ന് വിചാരിക്കരുത്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈമാനുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ചെലവഴിക്കും. എങ്ങനെ ചെലവഴിക്കും? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലാഭകരമായ കച്ചവടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യുന്ന ആളുകൾ, വ അഖാമുസ്സലാഹ്, നിസ്കാരം കൃത്യമായി എല്ലാം റെഡിയാക്കി നിസ്കാരത്തിന്റെ ആദാബുകൾ മുഴുവനും പാലിച്ച് നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, നമ്മൾ നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു. സിർറൻ, രഹസ്യമായും, വഅലാനിയതൻ, പരസ്യമായും നൽകുന്നു. അപ്പോൾ അവർ നൽകുന്നത് ആര് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഒന്നേ ഉള്ളൂ, അല്ലാഹുവിന്റെ പ്രീതി മാത്രം. ദുനിയാവിൽ ആരുടെയും പ്രീതിയല്ല. അപ്പോൾ അവർ രഹസ്യമായി കൊടുത്താലും പരസ്യമായി കൊടുത്താലും യർജൂന തിജാറതൻ ലൻ തബൂർ, ഈ സ്വഭാവ ഗുണങ്ങളെല്ലാം ഉള്ള ആളുകൾ ലാഭകരമായ ബിസിനസ്സാണ് അവർ നടത്തുന്നത്. അതിനെയാണ് അവർ തേടുന്നത്. ഒരിക്കലും നഷ്ടം വരൂല.
ഇപ്പോൾ ഇവിടെ ഹാജിക്ക ദർസിലേക്കുള്ള ഒരു ദിവസത്തെ ചെലവ് നേരത്തെ നൽകി. അവരുടെ ഭാര്യ ഹജ്ജുമ്മ കൊടുത്ത 6000 രൂപ ഇവിടെ എന്നെ തുടക്കത്തിൽ തന്നെ ഏൽപ്പിച്ചു. ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലാഹു തആല ആ ഉമ്മയുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം അല്ലാഹുവേ ഈ മഹത്തായ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഇപ്പോൾ ഇവിടെ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് ബദരീങ്ങളുടെ ആണ്ടിലേക്ക് ഒരു സഹോദരി ഒരു സംഖ്യ കൊടുത്തയച്ചു. ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നല്ല ഇണകളെ കിട്ടാൻ മക്കൾക്ക് അല്ലാഹുവേ എത്രയും പെട്ടെന്ന് മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഏറ്റവും നല്ല അനുയോജ്യരായ ഇണകളെ അവരുടെ മക്കൾക്കും അതുപോലെ നമ്മുടെ മഹല്ലിൽ പല സഹോദരങ്ങളും ഇണകളെ തേടുന്നവരുണ്ട്. അനുയോജ്യമായത് കിട്ടാതെ മനസ്സ് വിഷമിച്ച് നിൽക്കുന്നവർ ഉണ്ട്. അല്ലാഹുവേ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ബദരീങ്ങളുടെ ആണ്ടിലേക്കും ഇവിടെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാനിപ്പോൾ അത് പരസ്യമായി ഇവിടെ പറഞ്ഞു. അപ്പോൾ അവർക്ക് പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമോ? ഇല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. നാം നൽകിയതിൽ നിന്ന്, അല്ലാഹു നൽകിയതിൽ നിന്ന് പരസ്യമായും അവർ ചെലവഴിക്കും, രഹസ്യമായും ചെലവഴിക്കും. ഇത് രണ്ടും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. മനസ്സ് ശുദ്ധമായാൽ മതി. അല്ലാഹുവിന്റെ പൊരുത്തമല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിക്കാതിരുന്നാൽ മതി. അല്ലാഹുവിനത് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഏതായാലും ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരായ ഔലിയാക്കൾ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കറാമത്ത്, ആ കറാമത്താണ് ഈ മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. അവരെ ഒന്നാമതായി ആ ഗുഹയിൽ അല്ലാഹു ഉറക്കുകയാണ്. അതൊന്നോ രണ്ടോ കൊല്ലമല്ല, 300-ലേറെ വർഷം ആ ഗുഹയിൽ അവർ ഉറങ്ങുകയാണ്. വളരെ ഗാഢമായ ഉറക്കിന് അല്ലാഹു അവർക്ക് അവസരം കൊടുത്തു. പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാതെ, സൂര്യപ്രകാശമേൽക്കാതെ നല്ല തണൽ അവർക്ക് അല്ലാഹു തആല കൊടുക്കുകയാണ്. വഹും ഫീ ഫജ്വത്തിൻ മിൻഹു. ആ ഗുഹയിലുള്ള വിശാലമായ പ്രതലത്തിലാണ് അവർ കിടക്കുന്നത് എങ്കിലും അവർക്ക് അല്ലാഹു വലിയ സൗകര്യങ്ങൾ കൊടുത്തു. ദാലിക മിൻ ആയാത്തില്ലാഹ്. ഇതെല്ലാം അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്, നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇനി അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുകയാണ് വതഹ്സബുഹും ഐഖാദാ വഹും റുഖൂദ്. അതേ, നിങ്ങൾക്ക് അവരെ കാണാം, അവർ കണ്ണ് തുറന്ന് ഉണർന്നിരിക്കുന്നത് പോലെ. നിങ്ങൾ അവരെ ചെന്ന് നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും അവർ ഉണർന്നിരിക്കുകയാണ്, അവർ ഉറങ്ങുകയാണ്, അവർ ഉണർന്നിരിക്കുകയാണെന്നാണ് വിചാരിക്കുക. വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്. അവര് ഉറക്കിലാണ്, പക്ഷേ കാണുന്ന ആളുകൾക്ക് അവർ ഉണർന്നിരിക്കുന്നത് പോലെയാണ് തോന്നുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാർക്ക് കൊടുത്ത മറ്റൊരു കറാമത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശാരീരികമായ പ്രകൃതം ഉറങ്ങുകയാണ്. അവര് വാസ്തവത്തിൽ ഉറങ്ങുകയാണ്, പക്ഷേ കാണുന്നവർ ധരിക്കും
ഉണർന്നിരിക്കുന്നത് അവർ ഉണർന്നിരിക്കുന്നത് പോലെയാണ്. അങ്ങനെയാണ് അവര് ഗുഹയിൽ കിടന്നുറങ്ങുന്നത്. വനുഖല്ലിബുഹും ദാതൽ യമീൻ വദാതശ് ശിമാൽ. അവരെ നമ്മൾ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും മറിച്ചിടുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരെ അവിടെ അവരുടെ ജീവനെടുത്ത് അവരെ മരിച്ച അവസ്ഥയിലേക്ക് മാറ്റിയതല്ല, അവര് ജീവിച്ചിരിക്കുന്നവര് തന്നെയാണ്. 300-ലേറെ കൊല്ലം ഗുഹയിൽ ഉറങ്ങാൻ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുകയാണല്ലോ. അങ്ങനെ അവര് ഗുഹയിൽ ഉറങ്ങുമ്പോ ആരെങ്കിലും അവരെ വന്നു നോക്കിയാൽ അവര് ഉണർന്നിരിക്കുന്നവരായിട്ടാണ് കാണാൻ കഴിയുക, ഉറങ്ങുന്നതായിട്ട് കാണാൻ കഴിയുകയില്ല. കാരണം അവരുടെ കണ്ണുകൾ തുറന്നു വച്ചിട്ടാണ് ഉറങ്ങുന്നത്. വൽ ഹാലു അന്നഹും നിയാം. യഥാർത്ഥത്തിൽ അവർ ഉറങ്ങുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാർക്ക് നൽകിയ ഒരു പ്രത്യേകതയാണത്. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, നമ്മളെ ഇടയിലും ചിലരില്ലേ അങ്ങനെ കണ്ണും തുറന്നിങ്ങനെ ഒത്തിരിക്കും, പക്ഷേ ഉറങ്ങുകയാണ്. അതൊക്കെ കുറഞ്ഞ നേരം, കുറഞ്ഞ സമയം. ഇത് 1-2 ദിവസം അല്ല, പിന്നെയോ 300-ലേറെ കൊല്ലമാണ് ഇതുപോലെ ആ ഗുഹയിൽ അവർ കിടക്കുന്നത്. ആ സമയത്ത് ഒരേ കിടപ്പ് അല്ല. അതാണ് അല്ലാഹു തആല പറയുന്നത്, നുഖല്ലിബുഹും ദാതൽ യമീനി വദാതശ് ശിമാൽ. അവരെ വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ ഇങ്ങനെ മറിച്ചിടും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അവരെ മറിച്ചിടുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, യുഖല്ലബൂന ഫിൽ ആമി മറതൈൻ. ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് അല്ലാഹു തആല അവരെ മറിച്ചിടുന്നത്. 6 മാസം ആകുമ്പോ വലത്തോട്ട് മറിച്ചിടും, പിന്നെ 6 മാസം കഴിയുമ്പോൾ ഇടത്തോട്ടും മറിച്ചിടും. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞവർ ഉണ്ട്. അല്ല, ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്, അടുത്ത കൊല്ലമാകുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് എന്നിങ്ങനെ പറഞ്ഞവരുമുണ്ട്. ഇത് 1-2 കൊല്ലമല്ല, 300 കൊല്ലമാണ് ഈ ഉറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. അവരെ ആ മറിച്ചിടുന്ന ദിവസം ഏതാണ്? പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ആശൂറാന്റെ ദിവസം, മുഹറം 10-ന്റെ ദിവസം, അന്നത്തെ ദിവസമാണ് അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങുമ്പോൾ. മുഹറം 10 എല്ലാ വർഷവും മാറി വരുമല്ലോ. മുഹറം 10 വരുമ്പോൾ അന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാഹു തആല മറിച്ചിടുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലം യുഖല്ലബൂ, അവരങ്ങനെ മറിച്ചിടപ്പെടാതിരുന്നാൽ ലഅക്ലതുഹുമുൽ അർളു, മണ്ണ് അവരെ തിന്നുകളയുമായിരുന്നു. മണ്ണിലാണല്ലോ കിടക്കുന്നത്. മണ്ണിൽ കിടക്കുമ്പോ മണ്ണിന്റെ രൂപവും ഭാവവും സ്വഭാവവുമുള്ള മനുഷ്യ ശരീരം മണ്ണോട് ചേർന്നു പോകും. പക്ഷേ അവരുടെ ശരീരം മണ്ണോട് ചേർന്നു പോയിട്ടില്ല. അവരെ അല്ലാഹു തആല ഇങ്ങനെ ഇളക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. മഹാന്മാരുടെ ശരീരം അത് മണ്ണ് തിന്നൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെള്ളിയാഴ്ച രാവിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞില്ലേ? വെള്ളിയാഴ്ച രാവ് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ
ഫഇന്ന സ്വലാത്തകും മഅറൂളത്തുൻ അലയ്യ, നിശ്ചയം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ റൗള ശരീഫിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ സ്വലാത്ത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അത് എല്ലാ സമയങ്ങളിലും ഉണ്ട്. വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച രാത്രിയിലെ സ്വലാത്ത് പ്രത്യേകമായി വെളിവാക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയില്ലേ, ഇവിടുന്ന് ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സലാം പറഞ്ഞാൽ, മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോയിട്ട് പറയും, ഓ നബിയേ, ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇതാ ഇന്ന ആളുടെ മകൻ ഇന്ന ആൾ. ലത്തീഫ് ഇവിടുന്ന് ഒരു സ്വലാത്ത് ചൊല്ലി, ഒരു സലാം പറഞ്ഞ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി. ഞാൻ ഇപ്പോൾ ചൊല്ലിയ സ്വലാത്തിന്റെ പേര് സ്വലാത്തുൽ ഹുളൂർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് വരണം എന്നാഗ്രഹിച്ച് വിളിച്ച് അവിടുത്തേക്ക് സ്വലാത്തും സലാമും ചൊല്ലുന്ന സ്വലാത്താണത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി. മഹാനായ ആശിഖുർ റസൂൽ നമ്മുടെ സമസ്തയുടെ ഉപാധ്യക്ഷനായിരിക്കെ വിട പറഞ്ഞുപോയ ഷിറിയ ആലിക്കുഞ്ഞി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് മഹബ്ബത്ത് വെച്ച് ഒരുപാട് സ്വലാത്ത് ചൊല്ലി ഒരുപാട് ആളുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, ഇന്നും മഹാനവറുകൾ വഫാത്തായിട്ട് അവിടുത്തെ ആ സ്ഥാപനത്തിൽ അവിടുത്തെ ഖബർ ഷരീഫിന്റെ അടുക്കൽ വെച്ച് എല്ലാ വെള്ളിയാഴ്ച രാവും ബുറുദ മജ്ലിസ്, ബുറുദ മുഴുവനായും ചൊല്ലുന്ന മജ്ലിസ് അവിടെ നടക്കുന്നുണ്ട് കാസർഗോഡ്. അതുപോലെ ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ ഹളറത്തിലും എല്ലാ വെള്ളിയാഴ്ച രാവും ബുറുദ നടക്കുന്നുണ്ട്. അല്ലാഹു തആല ആ മഹാന്മാരുടെ ദർജയേറ്റി കൊടുക്കട്ടെ. റാഷിദ് ഉസ്താദ് ഷിറിയ ആലിക്കുഞ്ഞ് ഉസ്താദിന്റെ അടുക്കൽ ഒരിക്കൽ എന്നെയും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഓരോട് പറഞ്ഞ് ഇവനിക്ക് എന്തെങ്കിലും കൊടുത്തേക്ക്. അപ്പൊ പറഞ്ഞ അസ്സലാത്തുൽ ഹുളൂർ ചൊല്ലിക്കോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി. അല്ലാഹു നമുക്ക് ധാരാളം ചൊല്ലാൻ തൗഫീഖ് തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ ഖൽബ് മദീനയിലാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യഭൂമിയിലെത്താൻ ഒരുപാട് തവണയെത്താൻ ഈ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്.
ശരീരം കൊണ്ട് എത്താൻ കഴിയാത്തവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹ് നമ്മുടെ മെഞ്ഞാന്ന് നമ്മൾ ഇവിടെ യാത്ര അയച്ച കുഞ്ഞമ്മദ്ക്ക് ഇന്നലെ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചു. അൽഹംദുലില്ലാഹ് നമുക്കെല്ലാം വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെന്നറിയിച്ചു. അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാ അമലും ഖബൂൽ ചെയ്തു കൊടുക്കട്ടെ. ശരീരം കൊണ്ട് നമുക്കെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ട് അവിടെ എത്തണം. അതിനാണ് ഈ സ്വലാത്ത്. ഞാൻ പറഞ്ഞു വന്നത്, ലത്തീഫ് വിടുന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ മദീനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? ജിബ്രീൽ പോയിട്ട് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഹാദാ അബ്ദുൽ ലത്തീഫ് ഇബ്നു മമ്മൂക്കാന്റെ മോന് ലത്തീഫാണ് ഈ സ്വലാത്ത് ചൊല്ലിയത്. ഹദീസിലുള്ളതാണ്. ഹദീസിൽ ഇപ്പൊ ലത്തീഫിന്റെ മമ്മൂക്കാന്റെ പേരുണ്ട് എന്നല്ല. ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇത് ഇന്ന ആളുടെ മകൻ ഇന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉമ്മമാരോടെല്ലാം പറയുന്നത്, എന്ത് വെള്ളിയാഴ്ച രാവ് സ്വലാത്ത് നടക്കുമ്പോൾ മക്കളെ പറഞ്ഞേക്കണമെന്ന് നമ്മൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. തറാവീഹ് നിസ്കാരത്തിന് 20 റക്അത്തും നമ്മളെ കുട്ടികൾ പങ്കെടുത്താൽ അതിനിടയിൽ എത്രയാണ് സ്വലാത്ത് ചൊല്ലുക? അലൽ മുസ്തഫ മുഹമ്മദിൻ സ്വലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇത് ഓരോ ഈ 2 റക്അത്ത് കൂടുമ്പോൾ നമ്മൾ ചൊല്ലും. പിന്നെയോ 4 റക്അത്ത് കഴിഞ്ഞാൽ സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വ ആലിഹി എന്ന് പറഞ്ഞ് സ്വലാത്ത് എല്ലാം പറയും. അപ്പോൾ എല്ലാവരും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലും. എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് റമളാനിൽ ചൊല്ലുന്ന ദിക്ർ ചൊല്ലും. എന്നിട്ട് ഓരോ 10ലും ചൊല്ലേണ്ട ദുആ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി ആണല്ലോ ഇപ്പോ, അത് ചൊല്ലും. എന്നിട്ടാണ് അടുത്ത 4 റക്അത്ത് നിസ്കാരം നിർവഹിക്കുക. അപ്പോൾ ഈ നിസ്കാരത്തിൽ മാത്രം, നിസ്കാരത്തിന്റെ ഇടയിൽ എത്രയോ സ്വലാത്ത് നമ്മളെ കുട്ടികൾ ചൊല്ലിപ്പോകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ വിളിക്കും. അപ്പോൾ ആ വിളി ജിബ്രീൽ അലൈഹിസ്സലാം റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവന്റെ ഉപ്പാന്റെ പേര് അവിടെ പറയപ്പെടുന്നു. ഇത് കേൾക്കുമ്പോ ചിലർ വിചാരിക്കും എന്നാ പിന്നെ അനങ്ങണ്ട, അയാൾക്കാ കിട്ടിയ ഞാക്കില്ല അല്ലേ? ഉപ്പാക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയതുപോലെയായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉമ്മമാരെ ചെറുതാക്കിയതല്ല, അവർക്കും അതിന്റെ വിഹിതമുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിലായി നമ്മുടെ മക്കൾ നീങ്ങുമ്പോൾ ഉമ്മാക്കതിന്റെ ഗുണമില്ലേ? ചെയ്യുന്ന ഓരോ അമലിന്റെയും പുണ്യം ഉമ്മമാർക്കും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പാക്ക് കിട്ടും, ഉപ്പാനെ പ്രത്യേകം പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഉമ്മാക്കില്ല എന്ന് വിചാരിക്കണ്ട. ഉമ്മാക്കും അതിന്റെ വിഹിതം അല്ലാഹു കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ വിശദമായി പറയുന്നില്ല. വെള്ളിയാഴ്ച രാവ് സ്വലാത്ത് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സഹാബത്തിനോട് പറഞ്ഞല്ലോ, അത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് ആ സ്വലാത്ത് എന്ന്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഓ നബിയെ, അങ്ങ് മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് മണ്ണിനോട് ചേർന്നു പോകൂലേ? സംശയമാണ്. അങ്ങ് ഇതൊക്കെ കാണാൻ ഖബറിൽ ഇങ്ങനെ ഉണ്ടാവോ? മണ്ണിനോട് ചേർന്നു പോകൂലേ? സംശയമാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അമ്പിയാക്കളുടെ ശരീരങ്ങൾ ഭൂമി തിന്നൂല, മണ്ണ് തിന്നൂല. അത് നബിമാരുടേത് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിലുകളുടെയും ശരീരം മണ്ണ് തിന്നൂല. ഖുർആൻ പഠിച്ച് ദീന് പഠിച്ച് നല്ല ആലിമായി അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വളർന്ന് ദീനിയായി ജീവിച്ച് വളർന്നു വന്ന മുത്തഖീങ്ങളായ ഉഖ്റവിയായ ഒരു ആലിമിന്റെ ശരീരം മണ്ണിന് തിന്നാൻ പേടിയാണ് കേട്ടോ. അപ്പോൾ മണ്ണ് ശരീരത്തെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്ന സ്വഭാവമാണ് മണ്ണിനുള്ളത്. നമ്മളെ ശരീരം മറവ് ചെയ്ത് കഴിഞ്ഞാൽ, ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ കഥകളൊന്നും അല്ലല്ലോ, വരാൻ പോകുന്ന എല്ലാവരും മരിക്കും. ശരീരം കൊണ്ടുപോയിട്ട് ആ പച്ച മണ്ണിൽ വെക്കും. സുബ്ഹാനല്ലാഹ്. ആ ശരീരം മണ്ണിനോട് ചേരും. മണ്ണിനോട് ഒരു 2 ആഴ്ച ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച ഫോറൻസിക്കിന്റെ ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാകും, ഒരു ബോഡി മണ്ണില് എത്ര ദിവസം നിൽക്കും. 2 ആഴ്ച. 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ആ ബോഡിയിൽ മാംസമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ വേർപെട്ട് പിന്നെ കുറെ എല്ലുകളെ ഉണ്ടാവൂ. പിന്നെ ആ എല്ലുകളും ചിലപ്പോൾ മണ്ണിനോട് ചേർന്ന് പോകും. ഏതായാലും അല്ലാഹു തആല കണക്കാക്കുന്ന സമയത്ത് ഖബറിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. ഇതെല്ലാം അനുഭവിക്കേണ്ടവരാണ് നമ്മൾ. ഇതിൽ ഞാനില്ല എന്ന് വിചാരിക്കുകയാണ്. ഓരോ മരണവാർത്തയും കേൾക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്നവരല്ലേ നമ്മൾ. എന്താണ് അതിന്റെ അർത്ഥം? ഇന്നാ ലില്ലാഹി, ഞങ്ങളും അല്ലാഹുവിന് വേണ്ടി ഉള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് ഞങ്ങളും മടങ്ങി വരുന്നവരാണ്. നീ മരിച്ചുപോയല്ലോ, ഇതാ ഞങ്ങളും നിന്റെ പിന്നാലെയുണ്ട് എന്ന് മയ്യത്തിനോട് നമ്മൾ പറയുന്നത് പോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ഖബർസ്ഥാനിലേക്ക് കടന്നു ചെന്നാൽ നമ്മൾ എന്താണ് പറയുക? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഈ ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളായ ഖബറാളികളെ, നിങ്ങൾക്ക് അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. നിങ്ങൾക്ക് സലാം. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇതാ ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അടുത്ത സമയം നിങ്ങളെ കൂടെ വന്ന് ചേരുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ ഇവിടെ എന്നെന്നും ജീവിക്കുന്നവരല്ല. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഉപ്പാന്റെ ഖബറിടത്തിൽ പോയിട്ട് സലാം പറയുന്ന മകൻ പറയുന്നത് അതാണ്, നിങ്ങൾക്ക് സലാം ഉപ്പാ, ഞാനും നിങ്ങളെ കൂടെ അങ്ങോട്ട് വരുന്നവനാണ്. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ പള്ളിക്കാട്ടിൽ കയറുന്നത്, ഖബറാളികൾക്ക് സലാം പറയുന്നത്. എല്ലാവരും ആ മണ്ണിലേക്ക് പോകും. ആ മണ്ണ് എല്ലാവരെയും സ്വാഗതം ചെയ്യും. മണ്ണിലേക്ക് നമ്മുടെ ശരീരം ലയിച്ച് ചേരും. എന്നാൽ മഹാന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് മണ്ണ് അവരെ ശരീരം തിന്നൂല. അസ്ഹാബുൽ കഹ്ഫ് വെറും മണ്ണിലാണ് കിടക്കുന്നത്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മുടെ ചരിത്രത്തിന്റെ ആദ്യ ഭാഗമൊന്ന് ഓർമ്മിക്കണം. അവർ വരുന്നത് എവിടെ നിന്നാണ്? കൊട്ടാരത്തിൽ നിന്നാണ്, പട്ടുമെത്തയിൽ നിന്നാണ്, സുഖാഡംബരങ്ങളുടെ വീടുകളിൽ നിന്നാണ്, ആഡംബരങ്ങളുടെ വസ്ത്രം ധരിച്ചവരാണ്. അവർ
അവര് ദുനിയാവിന്റെ എല്ലാ പ്രൗഢിയും മാറ്റിവെച്ചുകൊണ്ട് വെറും മണ്ണിൽ കിടക്കാൻ അവർ തയ്യാറാകുകയാണ്. അപ്പോൾ സഹിക്കാനും ക്ഷമിക്കാനും അവർക്ക് അല്ലാഹു തആല കഴിവ് കൊടുത്തു. ഇന്ന് നമ്മളെ വീട്ടിലുള്ള കുട്ടികളോട് ഇന്ന് ഒന്ന് നിലത്ത് കിടന്ന കട്ടിൽമേൽ എറുമ്പുണ്ട്, ഇന്ന് നിലത്ത് കിടന്നതാണ്, നിലത്ത് കിടക്കേ, അതെങ്ങനെ നിലത്ത് കിടക്കാന്ന് അല്ലേ? നിങ്ങൾ നോക്ക്, മഹാന്മാർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ ചിന്തകൾ ഇട്ടു കൊടുത്തില്ല. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞത് ലോക നേതാവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈ തപ്പന മരത്തിന്റെ ഓലയിൽ കിടന്നതിന്റെ അടയാളം പ്രകടമായപ്പോൾ ഖിസ്റ കൈസർ രാജാക്കന്മാർ ഭരിച്ച ലോകത്ത് കഴിഞ്ഞുപോയ രാജാക്കന്മാരെല്ലാം കഴിഞ്ഞുപോയിട്ടുണ്ട്. അങ്ങും ഒരു രാജാവാണ്, ലോകമടക്കി ഭരിക്കുന്ന രാജാവാണ്. പക്ഷേ ഈ ഓലപ്പായയിൽ കിടന്നിട്ടതിന്റെ അടയാളം മേനയിൽ പതിഞ്ഞിരിക്കുകയാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുപോയല്ലോ. സുബ്ഹാനല്ലാഹ്, തറയിൽ കിടന്നു. മഹാന്മാര് അങ്ങനെയാണ് അല്ലാഹുവിലേക്ക് മനസ്സ് ലയിച്ചവർ. സുബ്ഹാനല്ലാഹ്, നമ്മൾ വിചാരിക്കും അവർ ചിലപ്പോൾ ഭൗതികമായ വലിയ വാഹനങ്ങളിൽ പോകുമ്പോ, അതേ അവര് വലിയ വസ്ത്രം ധരിച്ചു പോകുമ്പോ അതെല്ലാം അല്ലാഹു തആല അനുവദിച്ചത് ഉപയോഗിക്കുക എന്നല്ലാതെ മനസ്സ് അല്ലാഹുവിലേക്കാണ്. ഇരിക്കട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ മഹാന്മാരും കിടക്കുന്നത് വെറും തറയിലാണ്. അവര് ആ മണ്ണിലാണ് കിടക്കുന്നത്. ആ മണ്ണ് അവരെ തിന്നാതിരിക്കാൻ അവരെ എങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുകയാണ്. ഒരേ കിടത്തം കിടന്നാല് ശരീരമൊക്കെ പൊട്ടിപ്പോകും എന്ന് നമ്മൾ പറയാറില്ലേ? ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ സാന്ത്വനം, ഇന്നലെ സാന്ത്വനത്തിന് വേണ്ടിയുള്ള കളക്ഷൻ ദിവസമായിരുന്നു എല്ലാ പള്ളികളിലും. നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ, SYSന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്നല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പാലിയേറ്റീവ് ഹോം കെയർ സംവിധാനത്തിലൂടെ ആയിരക്കണക്കിന് രോഗികൾക്ക് നമ്മൾ പരിചരണം നൽകുന്നുണ്ട്. വീടുകളിൽ പോയ അനുഭവങ്ങൾ നമ്മുടെ സാന്ത്വനം വളണ്ടിയർമാർ പറയുമ്പോൾ നമ്മൾ അന്ധാളിച്ചു പോകും. സുബ്ഹാനല്ലാഹ്, ചില വീടുകളിൽ ചെന്നു നോക്കുമ്പോഴുള്ള സ്ഥിതി എന്താണ്? രോഗികൾ അവരെ കിടത്തേണ്ടത് എങ്ങനെയെന്ന് ആ വീട്ടുകാർക്കറിയില്ല. വാട്ടർ ബെഡിലോ എയർ ബെഡിലോ കിടത്തണം അല്ല എങ്കിൽ നമ്മുടെ ആ കട്ടിയുള്ള പുതപ്പ് അല്ലെങ്കിൽ കിടക്ക, അതിൽ കിടന്ന് ഒരേ സ്ഥലത്ത് വെച്ച് ശരീരം പൊട്ടി വ്രണം വന്നു പോകും. എത്ര മയ്യത്തുകളാണ് കുളിപ്പിക്കുമ്പോൾ വേദനാജനകമായ അനുഭവങ്ങൾ പലരും പങ്കുവെക്കുന്നത്. ആ കിടപ്പ് രോഗികളെ പരിചരിക്കുമ്പോൾ വളരെ ജാഗ്രത വേണം. നമുക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിൽ വീടുകളിൽ രോഗികളായി കിടക്കുന്നവരുണ്ട്. അവരെ അവരുടെ കുടുംബം നന്നായി പരിചരിക്കുന്നു. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അതിനെല്ലാം പ്രതിഫലം അല്ലാഹു തആല നാളെ പരലോകത്ത് വലിയ ഇരട്ടിയായി അല്ലാഹു നൽകട്ടെ. മാതാപിതാക്കൾ രോഗികളായി കിടക്കുമ്പോ അവരെ നന്നായി പരിചരിക്കണം. ഞാൻ പറഞ്ഞ ഇടയിൽ പറയുകയാണ്, നമ്മുടെ വിഷയത്തിൽ പെട്ടതായല്ല എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെയുള്ള രോഗികളെ അവരെങ്ങനെങ്കിലും അങ്ങ് കടന്നോട്ടെ എന്ന് വിചാരിക്കരുത്. നമുക്കൊരു പക്ഷേ കഷ്ടപ്പാടുകൾ ഉണ്ടാകും, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകും. എന്നാൽ മാതാപിതാക്കളെ പരിചരിക്കുന്നതിലൂടെയാണ് സ്വർഗം കിട്ടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് അങ്ങോട്ട് ചരിച്ചു കിടത്തി കൊടുക്കുക, ഇങ്ങോട്ട് ചരിച്ചു കിടത്തി കൊടുക്കുക. ഇരുത്താൻ പറ്റുമെങ്കിൽ ഇരുത്തുക, വീൽ ചെയറിൽ ഇരാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കുക. ഒരു മൂലക്ക് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കരുത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആളുകൾക്ക് അതാ വല്ലാത്ത നിന്യതയും നിസ്സാരതയും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 3 വിഭാഗം ആളുകൾ. ഒന്നാമത്തെ വിഭാഗമാരാണ് റഗിമ അൻഫു റജുൽ, ഒരാൾക്ക് നിന്യതയും നിസ്സാരതയും വരട്ടെ. എന്താണ് കാരണമെന്നറിയോ? ദഖല അലൈഹി റമളാൻ വതമ്മ റമളാനു ഖബ്ല അൻ യുഗ്ഫറ ലഹു. റമളാൻ അവനിലേക്ക് വന്നു, പാപമോചനം കിട്ടിയില്ല, റമളാൻ അങ്ങ് തീർന്നുപോയി, തൗബ ചെയ്യാൻ നേരം കിട്ടിയില്ല. നാദാപുരത്ത് പോണ്ടേ, കുറ്റ്യാടി പോണ്ടേ, തലശ്ശേരി പോകണ്ടേ, നല്ല കുപ്പായം എവിടെയാണ്, നല്ല നല്ല ഡ്രസ്സ് എവിടെയാണ്? നോമ്പ് 10 കഴിയുമ്പോ തന്നെ ആലോചന തുടങ്ങി, എവിടെയാണ് നല്ല ഡ്രസ്സ് കിട്ടുക? വില കുറഞ്ഞതാണോ? വില കുറഞ്ഞ വേണ്ട, വില കൂടിയാലും തിരക്കേടില്ല, നല്ല ഡ്രസ്സ് തന്നെ വേണം. അതുകൊണ്ട് പരക്കം പായുകയാണ്. ചിലർ ഡ്രസ്സ് എടുക്കാൻ അങ്ങ് കോഴിക്കോട് പായുകയാണ്. എവിടേക്ക് പോയാലും പ്രശ്നമില്ല, നല്ല വസ്ത്രം തന്നെ പെരുന്നാളിന് വേണം, ഏറ്റവും നല്ല വസ്ത്രം വേണം. അല്ലാഹു തആല അനുവദിച്ചതാണത്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയാകുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഏറ്റവും നല്ല വസ്ത്രം തന്നെ നമ്മൾ ധരിക്കണം. ഇരിക്കട്ടെ, നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക ശേഷി അനുസരിച്ച് നല്ല വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങാം, അതിന് തിരക്കേടില്ല. പക്ഷേ അതിനു വേണ്ടി തന്നെ ആലോചനകൾ മുഴുവനും നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ ചെറുപ്പക്കാരികൾ നോമ്പ് 10 കഴിയുമ്പോ തന്നെ തീരുമാനിക്കുകയാണ്. എന്നിട്ടതാ ആലോചന നടത്തുകയാണ്. എവിടെ പോയിട്ടാ വാങ്ങുന്നത്? അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകേണ്ടവരല്ലേ നമ്മൾ? ഞാനെന്താ പറഞ്ഞു വന്നേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. മാതാപിതാക്കളെ പരിചരിക്കുന്നത്, അതാ പറഞ്ഞത്. തമ്മ റമളാനു ഖബലയോ, ഇന്ന് മറന്നു പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഞാൻ ആകെ 3 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ ഉറങ്ങിപ്പോന്നിട്ടൊന്ന് വിളിക്കണേ, പറഞ്ഞുകൊണ്ടെടുക്ക്. അല്ല, പണ്ടൊരു ഉസ്താദ് വയൽ പറഞ്ഞതിൻ്റെ അടുക്ക് ഉറങ്ങിപ്പോയി. എന്നിട്ട് അവർ പറഞ്ഞു, അതാ തിരുവനന്തപുരം എയർപോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു പോയി. വയലിൽ സ്റ്റേജും വന്നു നോക്കുമ്പോൾ പിറ്റേ തലേന്ന് ഉറക്കൊഴിഞ്ഞിട്ട് വയൽ പറഞ്ഞതാ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയല്ല ആയിപ്പോവും. അതുകൊണ്ട് വിഷയം തെറ്റിപ്പോ ഇന്ന് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ ബദരീങ്ങളെ ആണ്ടിന്റെ അരി ഇബ്രാഹിക്ക അങ്ങനെ കൊടുത്തുവിട്ടത് ഇന്നലെ രാത്രി 12 മണിക്കാണ് വിളിച്ചു പറഞ്ഞത്. അരിയുണ്ട് തലശ്ശേരിയിൽ വരുന്നത്, ബസ്സിൽ ഇങ്ങനെ കൊടുത്തു പോയില്ലേ, അപ്പൊ പിന്നെ അത് പോയി വേണം. അതുകൊണ്ട് 3:30 മണിക്ക് എണീച്ച് പോയിട്ട് നമ്മൾ 2 ഉസ്താദ്മാർ തന്നെയാണ് അത് പോയിട്ട് എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച്. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഇബ്രാഹിക്കാക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ബദരീങ്ങളെ ആണ്ടിന്റെ അരി ഇവിടെ എത്തി. അതിന്റെ മാംസം ഒരു സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകണം. അതിന് എല്ലാവരും നേർച്ചകളും സംഭാവനകളും കൊടുത്തേക്കണം. നിങ്ങളെ വീട്ടിൽ വരുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ് അത് കൊടുത്തേക്കണം. അതിന്റെ നോട്ടീസ് നിങ്ങളെ കയ്യിലേക്ക് ഇന്ന് തരും. ഇവിടെ ഉള്ളവര് മറ്റുള്ളവർക്ക് അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ മറന്നു പറഞ്ഞു വരുന്ന പോയിന്റ് ഏതാന്ന് പറഞ്ഞു. അതുകൊണ്ട് ശരിക്കും കേൾക്കുക, എന്നിട്ട് ഓർമ്മിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പരിശുദ്ധ റമളാൻ, ആ റമളാൻ അങ്ങ് തീർന്നു പോകും. പാപമോചനം നടത്താൻ, അതാ ഞാൻ പറഞ്ഞു, പാപമോചനം നടത്താൻ നേരെയില്ല. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോവാനാ ഇനി ആലോചന മൊത്തം. ഡ്രസ്സ് എടുക്കാൻ പോവാൻ, ചെരുപ്പ് എടുക്കാൻ പോവാൻ, ഷൂ എടുക്കാൻ പോവാൻ ഒക്കെയാണ് ആലോചന. അതിലേക്ക് നമ്മുടെ ആലോചന കടന്നുപോയി. അപ്പൊ റമളാൻ അങ്ങ് തീർന്നു പോകും. പെരുന്നാൾ വരും, റമളാൻ അങ്ങ് തീർന്നു പോകും. ഇവിടെ പാപമോചനം കിട്ടിയില്ല. അവനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ നിന്യനാണ്, നിസ്സാരനാണ്.
രണ്ടാമത്തെ വിഭാഗം ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൻദഹു അബവാഹു ഔ അഹദുഹുമാ, അവന്റെ കൂടെ അവന്റെ മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടാളുകളോ അവന്റെ കൂടെയുണ്ട്. ഒന്നുകിൽ ഉപ്പയായിരിക്കല്ലോ ഉമ്മയായിരിക്കല്ലേ, രണ്ടാളും ഉണ്ട്. അവർക്ക് വാർദ്ധക്യമാണ്. വലം യഅമൽ ഫീ ഹഖ്ഖിഹിമാ ശൈആ, അവർക്ക് രണ്ടാൾക്കും ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളിൽ ഒന്നും ചെയ്യുന്നില്ല ഇവൻ. യദ്ഖുലു ബിസബബിഹിൽ ജന്ന, അത് ചെയ്താലാണ് അവന് സ്വർഗം കിട്ടുക. അവൻ സ്വർഗത്തിൽ കടക്കുക എങ്ങനെയാണ്? അവന്റെ മാതാപിതാക്കൾക്ക് പരിചരണം നടത്തുമ്പോഴാണ്, മാതാപിതാക്കളെ പരിപാലിക്കുമ്പോഴാണ് അവന് സ്വർഗം കിട്ടുക. സ്വന്തം മാതാവിനെയും പിതാവിനെയും നോക്കാതെ നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടി ഓടി നടന്നിട്ട് കാര്യമുണ്ടോ? വേറെ വല്ലതിനും ഓടിയിട്ട് കാര്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് ഉമ്മാനെ അതിഞ്ഞു നോക്കിക്കോ, ഉപ്പാനെ അത് മറ്റോ നോക്കിക്കോ എന്ന് പറഞ്ഞിങ്ങനെ തട്ടിക്കളിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, തിക്തഫലം ദുനിയാവിൽ കൊടുത്തിട്ടല്ലാതെ അല്ലാഹു അവരെ മരിപ്പിക്കൂല. പിന്നീട് വരാൻ പോകുന്ന അവരുടെ മക്കൾ ഇതിനേക്കാളും വലിയ തട്ടലായിരിക്കും തട്ടുക. അതുകൊണ്ട് സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും നോക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ സ്വർഗം കിട്ടിയെന്ന് മനസ്സിലാക്കണം. യദ്ഖുലു ബിസബബിഹിൽ ജന്ന, അത് മുഖേന അവന് സ്വർഗം കിട്ടും. പക്ഷേ അവനൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. ലഹിഖഹു ദില്ലത്തുൻ വഖസാറ, അവന് നിന്യതയാണ്, നിസ്സാരതയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വിഷയത്തിൽ പെട്ടതല്ല എങ്കിലും പറഞ്ഞതാണ്. മാതാപിതാക്കൾ രോഗികളായി കിടക്കുമ്പോ അവരവിടെ കിടന്നോട്ടെ എന്ന് പറയലല്ല, പിന്നെയോ അവരെ പരിചരിക്കണം. എനിക്കറിയുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, അവർക്കൊരു പക്ഷേ ഗൾഫിൽ നിന്നിട്ട് നന്നായി പരിശ്രമിച്ചാൽ കോടികൾ സമ്പാദിക്കാൻ പറ്റുമായിരുന്നു. മാതാവിനെ നോക്കണം എന്ന കാരണം കൊണ്ട് തന്നെ നാട്ടിൽ വന്നിട്ട് ഉമ്മാനെ പരിചരിച്ചിട്ട് അതേ ഉമ്മാനെ എടുത്ത് കുളിപ്പിക്കുകയും കിടത്തുകയും വസ്ത്രം മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന ആൺമക്കളെ തന്നെ എനിക്കറിയാം. അല്ലാഹ് നമ്മുടെ ദർസിലേക്ക് സഹായം തരുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ എപ്പോഴും ഉമ്മാക്ക് ദുആ ചെയ്യണമെന്നാണ് പറയുന്നത്. ആ ഉമ്മ കിടപ്പ് രോഗിയാണ്. ഉമ്മയെ പരിചരിക്കാൻ ഇടയ്ക്കിടെ നാട്ടിൽ വരുന്നുണ്ട്. അല്ലാഹുവേ, ആ മകന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എങ്ങനെ പരിചരിക്കണം? മനസ്സിൽ ഒന്നും തോന്നാതെ പരിചരിക്കണം. മനസ്സിൽ ഒന്നും തോന്നാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സമയത്ത് 15 കൊല്ലമായി എൻ്റെ പിതാവ് മരിച്ചുപോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കട്ടെ. ആ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ഞാനും എൻ്റെ ഉപ്പയും മാത്രം. അന്ന് എൻ്റെ ഉപ്പാക്ക് കൂടുതൽ ഖിദ്മത്ത് ചെയ്യാൻ, എനിക്ക് ഒറ്റയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞു. ആ സമയത്ത് എന്നോട് പറഞ്ഞത്, ഇതൊക്കെ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് നിന്റെ മനസ്സിന് വിഷമം വേണ്ട, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് പിന്നീട് വലിയ ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞു. അല്ലാഹ്, അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ റഹ്മാനേ. എന്റെ മനസ്സിൽ വല്ലതും തോന്നിപ്പോകുമോ എന്ന് തോന്നിയിട്ടായിരിക്കും ആ പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ അവരെങ്ങനെ പറഞ്ഞാലുമില്ലെങ്കിലും സ്വന്തം ഉപ്പയെ പരിചരിക്കുമ്പോൾ, ഉമ്മയെ പരിചരിക്കുമ്പോൾ, ഒരു രോഗിയെയും പരിചരിക്കുമ്പോൾ ഒന്നും തോന്നണ്ട. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചാൽ മതി, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം സ്വർഗം നൽകട്ടെ.
വലിയ ഭാഗ്യമായി കരുതണം. ഞാൻ പറഞ്ഞു വരുന്നത്, അതേ കിടന്ന സ്ഥലത്ത് ഒരേ കിടപ്പിൽ കിടന്നാൽ ശരീരം വ്രണപ്പെടും. അതുകൊണ്ടതാ ശരീരത്തിനൊരു പൊറലും ഏൽക്കാതിരിക്കാൻ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ആ മണ്ണിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അത് അല്ലാഹു തആല അവർക്ക് കൊടുത്ത ഒരു കറാമത്താണ്, ബഹുമാനമാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. നമ്മൾ തീരെ പരാമർശിക്കാത്ത ഒരു ഭാഗമുണ്ട്. അവര് മാത്രമല്ലല്ലോ, അവരേഴാളുകൾ, അവര് മാത്രമല്ലല്ലോ ആ ഗുഹയിൽ അഭയം തേടിയത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ് 18-ാമത്തെ വചനത്തിൽ, വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്. അവര് ഉണർന്നിരിക്കുകയാണ്, കാണുമ്പോൾ ഉണർന്നിരിക്കുകയാണെന്ന് തോന്നുകയാണ്, പക്ഷേ അവരുറങ്ങുകയാണ്. വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തശ് ശിമാൽ. അവരെ വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ മറിച്ചിടുകയാണ്. وكلبهم باسط ذراعيه بالوصيد. അവരുടെ നായ, വകൽബുഹും അവരുടെ നായ, ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. ആ ഗുഹയുടെ വാതിലിൽ, കവാടത്തിൽ, അതിന്റെ പ്രവേശന സ്ഥലത്ത് അതാ രണ്ട് കൈകളും, അതിന്റെ രണ്ട് കൈകളും നിലത്ത് വെച്ചുകൊണ്ടത് ആ നായയും അവിടെ കിടക്കുകയാണ്. ആ നായയുടെ രണ്ട് കരങ്ങളും നീട്ടിവെച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല ആ നായക്ക് നൽകിയ സന്ദേശം അതാണ്, ഈ മഹാന്മാരുടെ കൂടെ കൂടാൻ. വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. ഒറ്റ ആയത്തിലാണ് ഇത് പറഞ്ഞത്. അവരുടെ നായ, വെറും കൽബ് എന്നല്ല പറഞ്ഞ അല്ലാഹു, അവരുടെ നായ, അവരിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത്. അവരാര്? അസ്ഹാബുൽ കഹ്ഫ്. അപ്പൊ ഔലിയാക്കളോട് ചേർത്തിട്ട് നായയെ പറഞ്ഞു. നായയുടെ ഒരു ബഹുമാനം നോക്കാനും, ഔലിയാക്കളോട് ചേർത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറയുന്നത്. വകൽബുഹും, അവരുടെ നായ. സുബ്ഹാനല്ലാഹ്, ആ നായയുടെ ഒരു ഭാഗ്യം. ആ നായ സ്വർഗത്തിലാണ്. ആ നായയുടെ പേര് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നായ സ്വർഗത്തിലെ നായയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുത്ത വലിയ മഹത്വമാണ്. നിങ്ങൾ കേൾക്കണോ? മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാണ്. കാരണം ആ നായ ഔലിയാക്കളെ സ്നേഹിച്ചു. ഔലിയാക്കളെ സ്നേഹിച്ചാൽ ആ സ്നേഹിച്ചവർ സ്വർഗത്തിലാണ്. അല്ലാഹു നമുക്കെല്ലാം ഔലിയാക്കളെ സ്നേഹിക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലേ? അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും. നമ്മളെ ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, സന്തോഷ വാർത്ത നൽകുന്ന സന്ദർഭത്തെ സംബന്ധിച്ച്. അപ്പോൾ പറഞ്ഞ അഞ്ചാമത്തെ വിഭാഗം അൽ ഉലമാഉ, പണ്ഡിതന്മാർ. അല്ലദീന യുഅല്ലിമൂന അന്നാസൽ ഖൈറ, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ. യഥാർത്ഥ പണ്ഡിതന്മാര് അല്ലാഹുവിനെ പേടിക്കുന്ന ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരാ? യഥാർത്ഥ ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ് എന്ന്
പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഔലിയാക്കള്, ആലിമീങ്ങള്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ അവർ ഔലിയാക്കളാണ് അല്ലേ? അപ്പോൾ അവര് മരിക്കുമ്പോഴുള്ള സന്തോഷ വാർത്തയെ പറ്റി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ലക്കും വലിമൻ ഇഖ്തദാ ബിക്കും, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങളെ പിന്തുടർന്ന ആളുകൾക്കും സ്വർഗമുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സാധാരണ ഒരു നായയല്ല. നായ നമ്മളെ മസ്അല പ്രകാരം തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ജീവി. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം അല്ലേ? ഐനുൻ നജസായ നായ. പക്ഷേ ആ നായക്ക് മഹത്വം വന്നു. എന്തുകൊണ്ട്? ഔലിയാക്കളെ സ്നേഹിച്ചു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു അവരിലേക്ക് ചേർത്തി പറഞ്ഞു വകൽബുഹും, അവരുടെ നായ. ഒരു നായ എന്ന് പറഞ്ഞാൽ മതി, ഏതോ ഒരു നായ അല്ല. വകൽബുഹും, അവരെ നായ അല്ലേ? ഹാജാത്തങ്ങളെ മുഹിബ്, ഹാജാത്തങ്ങളെ ഖാദിമ് എന്നെല്ലാം പറയൂലേ? എന്താ അവരിലേക്ക് ചേർത്തിട്ടല്ലേ പറയുന്നത്? വകൽബുഹും, അവരുടെ നായ. അപ്പോൾ അത് ഔലിയാക്കളെ സ്നേഹിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നായക്ക് വലിയ മഹത്വം കൊടുക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ആ നായ അത് എങ്ങനെയാണ് അവരുടെ കൂടെ എത്തിയത് എന്ന്. ആ നായയുടെ മനസ്സിൽ അല്ലാഹു തആല ഈമാനോടെ ജീവിച്ച് ദുനിയാവിലെ ആഡംബരങ്ങളും പ്രയാസങ്ങളും ദുനിയാവിലുള്ള എല്ലാം ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ കുറച്ച് യുവാക്കൾ പോകുമ്പോൾ ആ നായക്കും അവരുടെ കൂടെ കൂടാൻ അല്ലാഹു തആല മനസ്സിലിട്ട് കൊടുത്തതാണ്. ആ നായ അവരെ അനുഗമിച്ചു. ഫസ്വഹിബഹു കൽബുഹു, തഫ്സീറിൽ നമുക്ക് കാണാം, നായ അവരെ അനുഗമിച്ചു. ആ നായ അവരുടെ കൂടെ കൂടി. സുബ്ഹാന ജല്ല ജലാലുഹു. നായ അവരെ പല സന്ദർഭത്തിലും മാറ്റി ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം നായ അവരെ പിന്തുടർന്ന് അവരെ കൂടെ തന്നെ വന്നതാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ നായയെ അവര് ആട്ടിയോടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നായ അവരോട് സംസാരിച്ചിട്ടുണ്ട്. നായ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോഴല്ലേ അള്ളാഹുവിനെ വിശ്വസിച്ചത്, നിങ്ങൾ ഇപ്പോഴല്ലേ അള്ളാഹുവിനെ വിശ്വസിച്ചത്, നിങ്ങളെക്കാൾ 40 കൊല്ലം മുമ്പ് അള്ളാഹുവിനെ വിശ്വസിച്ചവനാണ് ഞാൻ. നമുക്ക് മനസ്സിലാകൂല. ജീവികൾ പലതും, ഇവിടെയുള്ള പല ജന്തുക്കളും അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്തല്ലേ അത്? യുസബ്ബിഹു ലില്ലാഹി, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. മാ ഫിസ് സമാവാതി വൽ അർളി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുള്ള സർവ്വതും, സർവ്വതിൽപ്പെട്ടില്ലേ നായയും പൂച്ചയും ആടും കോഴിയും, ഇതെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. വേറെ ഒരു ആയത്തിൽ സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല, അല്ലാഹുവിനെ അറിഞ്ഞ ഒരുപാട് ജീവജാലങ്ങൾ ഇവിടെയുണ്ട്. ഇരിക്കട്ടെ, അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഞാൻ ഇന്ന് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളെ അനുഗമിച്ചതുകൊണ്ട് തന്നെ ആ നായയെ അവരിലേക്ക് ചേർത്തിയിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ നായക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ ചുവടെ മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്, അന്നഹു യദ്ഖുലുൽ ജന്നത മഅൽ മുഅ്മിനീൻ. ആ നായയും മുഅ്മിനീങ്ങളുടെ കൂടെ, അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ അതേ സ്വർഗത്തിൽ കടക്കും. അതേപോലെ അതാ 10 ജീവികൾ സ്വർഗത്തിലേക്ക് കടക്കുന്നുണ്ട്.
10 ജീവികൾ സ്വർഗത്തിലേക്ക് കടക്കും. ഏതൊക്കെയാണത്? സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആട്, സുബ്ഹാനല്ലാഹ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആട്, അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പശു, യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തെ വിഴുങ്ങിയിട്ട് പിന്നെ പുറത്തേക്ക് രക്ഷപ്പെടുത്തിയ മത്സ്യം, അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉറുമ്പ്. അങ്ങനെ ഒരുപാട് ജീവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ നായയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകവും അടക്കം നിരവധി ജീവികൾ സ്വർഗത്തിലുണ്ടെന്ന് അതാ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അവരെങ്ങനെ വരും? അത് അല്ലാഹു തആല ഉദ്ദേശിച്ചതുപോലെ വരും. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഇവിടെ ദുനിയാവിലുള്ള ചില ജീവികളെ അല്ലാഹു തആല ഇവിടെയുള്ള അതേ ജീവികളെ തന്നെ അവിടെ അല്ലാഹു തആല പുനർജീവിപ്പിച്ച് അവർക്ക് സ്വർഗത്തിൽ അവരിഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ കൂടാനുള്ള അവസരം അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്നതാണ്. ഏതായാലും ആ നായക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കുകയാണ്. അവരിലേക്ക് അസ്ഹാബുൽ കഹ്ഫിലേക്ക് ചേർത്തിട്ടാണ് അല്ലാഹു തആല ആ നായയെ പറഞ്ഞിട്ടുള്ളത്. ആ നായ ഇപ്പോൾ എന്താണ് അവർക്ക് ചെയ്യുന്ന സേവനം? വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. ആ ഗുഹാമുഖത്ത് ഉമ്മറപ്പടിയിൽ ആ നായ അതിന്റെ 2 കൈകളും വിരിച്ചിട്ട് നായയുടെ ഇരുത്തമില്ലേ, ആ ഇരുത്തത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം, അവര് എത്ര കാലമാണ് ആ ഗുഹയിൽ കഴിയുന്നത്, ഉറങ്ങിയത്? അവര് 300-ലേറെ കൊല്ലം ഉറങ്ങിയില്ലേ? അതേപോലെ നായയും അതേപോലെ അല്ലാഹു തആല അസ്ഹാബുൽ കഹ്ഫിന് കൊടുത്ത അതേ മഹത്വം നായക്കും കൊടുത്തു. ആ നായയും അവരെ കൂടെ ഉറങ്ങി. പക്ഷേ നായയുടെ കണ്ണുകളും ഇതുപോലെ തുറന്നു വെച്ചിരിക്കുകയാണ്. വതഹ്സബുഹും മൈഖാലൻ വഹും റുഖൂദ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. നായയെ നമ്മൾ ചിലപ്പോൾ നിസ്സാര ജീവിയായി കാണും, എന്നാൽ നായക്ക് ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നായക്കുള്ള നല്ല സ്വഭാവങ്ങളെ എണ്ണി എണ്ണി പറയുകയാണ്. നായ എത്ര വേണമെങ്കിലും വിശപ്പ് സഹിക്കാൻ തയ്യാറാകും. പണ്ഡിതന്മാർ പറഞ്ഞതാണ്, എത്ര വേണമെങ്കിലും നായ വിശപ്പ് സഹിക്കും. ഇത് ആരുടെ സ്വഭാവമാണ്? ഇത് സ്വാലിഹീങ്ങളുടെ സ്വഭാവമാണ്. നമുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റൂല. നമ്മളിപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുക്കുന്നതുകൊണ്ട് എന്താ മാപ്പിളാറ നോമ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ വൈകുന്നേരം വരെ നോമ്പെടുക്കുക, ഒന്നും തിന്നൂല, നല്ല ഭയങ്കര ക്ഷമ തന്നെ. പിന്നെയോ വൈകുന്നേരം മുതൽ രാവിലെ വരെ പള്ള നടക്കുക. ഇതാണ് നമ്മളെ പരിപാടി. ഇന്നലെ മെഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് പൊരേന്ന് തിന്നൊന്നും പോരായിട്ട് കുഞ്ഞുങ്ങളെല്ലാം പായുന്ന നാദാ ഒരുത്തും പാറക്കടയിലും അവിടെ എവിടെയെല്ലാം ഉണ്ട് പീടിയ ഓർന്ന് വെച്ചേക്ക്. എന്നിട്ട് ആടെയും പോയി തിന്ന, പള്ളിയിൽ നിന്ന് തിന്ന, പൊരേന്ന് തിന്ന, പീടിയെന്ന് തിന്ന. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ നാളത്തെ ഭക്ഷണം എൻ്റെ പൊരയിൽ അതങ്ങ് റദ്ദായിക്കളിയല്ലേ? അങ്ങനെ റദ്ദാക്കല്ലേ. കാരണം ഉള്ളത് കുറച്ചാണെങ്കിൽ അത് നല്ല ഭക്ഷണം കിട്ടിയാൽ കുറച്ച് കഴിച്ചാലും അത് തന്നാൽ നിങ്ങൾക്കും ബറക്കത്തുണ്ടാവും. അൽഹംദുലില്ലാഹ്, എത്രയോ ഉമ്മമാര് ഈ നോമ്പിന്റെ സമയത്തും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഉസ്താദുമാർക്ക് ഭക്ഷണം അത്താഴത്തിനും അതുപോലെ നോമ്പ് തുറക്കാനും ഒക്കെയുള്ള ഭക്ഷണം ഇവിടെ കൊടുത്തേക്കുകയാണ്. റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ് അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇത് നിങ്ങളെ മുന്നിൽ വെച്ച് ഇങ്ങനെ ദുആയിരുന്നിട്ട് നിങ്ങളെ ഒന്ന് സോപ്പിട്ടതെന്ന് മാത്രമല്ല, നിങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഒറ്റക്ക് ദുആർക്കുമ്പോഴും ഭക്ഷണം തരുന്ന ഒരാളെയും
ഒരു ദുആയിലും മറക്കൂല. എല്ലാ ദുആയിലും അവരുണ്ടാവും. ഇവിടെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകാൻ അൽഹംദുലില്ലാഹ് ഇന്നലെ നമുക്ക് എല്ലാ വർഷവും 14 ദിവസത്തെ ചെലവ് തരുന്ന ഒരു സഹോദരനുണ്ട്. 14 ദിവസത്തെ ചെലവ് അദ്ദേഹം തരും. എത്ര പൈസയായി? 6000 ഗുണിക്കണം 14, 84,000 രൂപ ആ സഹോദരൻ എല്ലാ കൊല്ലവും ഏറ്റെടുക്കുകയാണ്. 84,000 കേൾക്കുമ്പോൾ മൗലിയാർക്ക് കുറെ പൈസ കിട്ടിപ്പോയി എന്ന് വിചാരിക്കണ്ട. അത് ഒറ്റ മാസം കൊണ്ട് തീർന്നു പോകും. 14 ദിവസം, ഒരു ദിവസത്തെ ചെലവാണ് 6000. 14 ദിവസത്തെ ചെലവ് വന്നിട്ട് അയാൾ എണ്ണി 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 പറഞ്ഞു തന്ന് മരിച്ചുപോയ ഉപ്പ, ഉമ്മ, ഉപ്പാപ്പ, ഉമ്മാമ, ഉപ്പാന്റെ പെങ്ങൾ, ഉപ്പാന്റെ ഇങ്ങനെ 14 ആളുകളെ, കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ 14 ആളുകളെ എണ്ണിയിട്ട് ആ 14 ആളുകൾക്കും വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുർ റസാഖ് എന്ന സഹോദരൻ ആ സംഖ്യ ഏൽപ്പിക്കുകയാണ്. അല്ലാഹ് ആ 14 ആളുകൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആ മനുഷ്യന്റെ ഉമ്മാക്ക് 2 ദിവസം ചെലവ് കിട്ടിയിട്ടുണ്ട്, ഉപ്പാക്കും 2 ദിവസം ചെലവ് കിട്ടിയിട്ടുണ്ട്. 14 ഓരോരുത്തർക്ക് പോയല്ലോ. ഉപ്പാക്കും ഉമ്മാക്ക് എന്താ? അയാളെ അനിയനുണ്ട്, അല്ല അയാളെ ജ്യേഷ്ഠന് നമുക്ക് 2 ദിവസം ചെലവ് വരുന്നുണ്ട്. ആ ജ്യേഷ്ഠന് പറഞ്ഞത് അയാൾക്ക് അത്ര സാമ്പത്തിക ശേഷിയില്ല, അനിയന്റെ അത്ര സാമ്പത്തിക ശേഷിയില്ല, അതുകൊണ്ട് ജ്യേഷ്ഠന് 2 ദിവസം ചെലവ് 12,000 രൂപ എന്നിട്ടാണ് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇയാള് 14 തന്നേലും അയാൾ ഉപ്പയുമ്മയുണ്ടല്ലോ. അപ്പൊ ഉപ്പാക്കും ഉമ്മാക്കും എത്ര കിട്ടി? 2 ദിവസം കിട്ടി. ഉമ്മാക്ക് തന്നെ 2 കിട്ടി, ഉപ്പാക്ക് തന്നെ 2 കിട്ടി. എല്ലാ മക്കളും സാലിഹീങ്ങളായാലുള്ള ഗുണം അത്. എല്ലാ മക്കളും സാലിഹീങ്ങളായാൽ എല്ലാവരുടേതും കിട്ടും. അതുകൊണ്ട് നമ്മളെ മക്കളെ എല്ലാവരെയും സാലിഹീങ്ങളാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. എല്ലാ മക്കളും ദീന് പഠിക്കുന്നവരായി മാറണം എന്നാണ് ഓരോ ഉപ്പമാരും ഓരോ ഉമ്മമാരും ചിന്തിക്കേണ്ടത്. ഇവിടെയൊക്കെ പഠിക്കുന്ന ചില കുട്ടികളുടെ രക്ഷിതാക്കൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ചില മുതഅല്ലിമീങ്ങളൊക്കെ വളരെ പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യം ഒരു 10 കുട്ടികൾക്കെങ്കിലും അവരുടെ വീട്ടിൽ റമദാന്റെ ഭാഗമായി ഒരു കിറ്റ് കൊടുക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാനത് വാട്സപ്പിലൂടെ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് 2-3 ആളുകൾ സഹായിച്ചു. പക്ഷെ 10 ആൾക്ക് കൊടുക്കാൻ പറ്റിയില്ല, 4 ആൾക്കാണ് കൊടുക്കാൻ പറ്റിയത്. അത്ര പൈസകൾ. പിന്നെ പൈസ കൂടുതൽ നിർബന്ധിച്ച് ആളുകളോട് വാങ്ങാൻ പറ്റില്ല. കാരണം ദർസിന്റെ പിരിവ് വേറെ നടക്കണമല്ലോ, ക്യാൻറ്റീൻ്റെ നിർമ്മാണത്തിന്റെ പിരിവ് വേറെ നടക്കണമല്ലോ, സാന്ത്വനത്തിന്റെ പിരിവ് വേറെ നടക്കണമല്ലോ. എല്ലാം കൂടി എൻ്റെ വോയിസ് അസ്സലാമു അലൈക്കും എൻ്റെ വോയിസ് വാട്സപ്പ് കാണുമ്പോഴേക്ക് ഓടുന്ന കുറെ ആൾക്കാരുണ്ട്. അതെന്തായാലും റാഹത്തന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ തിരിയും 6,000 രൂപ ഇല്ലേ എന്ന് അടുത്ത ചോദ്യം ഉണ്ടാകാന്നുള്ളത്. അതുകൊണ്ട് ഓടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അധികം നിർബന്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിച്ചില്ല. അതിങ്ങനെ സ്റ്റാറ്റസിൽ മാത്രം വെച്ച് അത് കണ്ടിട്ട് 5,000 തന്ന ഒരു സഹോദരൻ, 3,000 തന്ന ഒരു സഹോദരൻ, അത് രണ്ടും കൂടി കൂട്ടി 8,000 രൂപ, 2,000 രൂപന്റെ കിറ്റ് ഇവിടെ പഠിക്കുന്ന വളരെ പാവപ്പെട്ട മുതഅല്ലിമീങ്ങളുണ്ട്. അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു. ആ ഉമ്മമാര് ആ ഉപ്പമാര് ചിലപ്പോൾ ഇവിടെ ബന്ധപ്പെടാറുണ്ട്. അവർക്ക് വീട്ടിൽ വളരെ കഷ്ടപ്പാടാണ്, പ്രയാസമാണ്. എന്നാലും എന്തിനാണ് മക്കളെ ഇങ്ങനെ പഠിക്കാൻ അയച്ചത്? വീട്ടിൽ എത്രയോ കഷ്ടം. ഒന്ന് ജോലിക്ക് പറഞ്ഞാൽ ഓനും കൂടി അധ്വാനിച്ചാല് ഓരോ വീട്ടിന്റെ കാര്യങ്ങളൊക്കെ നടക്കൂലേ? എന്തിനാ ഓലെയും കൂടിയും പഠിക്കാൻ അയച്ചത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ പറയും നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും സാരമില്ല, ആഖിറത്തിലേക്ക് നമ്മുടെ മക്കളെ ഒന്ന് സ്വാലിഹീങ്ങളായി കിട്ടണം, ആഖിറത്തിലേക്കുള്ള മക്കളായി മാറണം എന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾക്ക് മക്കളെ സ്വാലിഹീങ്ങളാക്കണമൊക്കെ ആഗ്രഹം ഉണ്ടാവും. നമ്മളോട് ഇങ്ങനെ പറയുന്ന നമുക്ക് ഓനെ മുതഅല്ലിമാക്കുക, ഒരു ഹിഫ്ളിൽ ചേർക്കുക, അല്ലെങ്കിൽ ദഅവയിൽ ചേർക്കുക, അല്ലെങ്കിൽ ശരീഅത്തിൽ ചേർക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ശരിയാവൂല. അതൊരു 2ാം നമ്പറായിട്ട് അല്ല, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മക്കളെ ഇറക്കുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരും. ഇന്ന് വരെ നമ്മൾ ഈ രംഗത്തേക്ക് ഒരു മൗലിയാറാകാൻ വേണ്ടി പഠിക്കാൻ, ഞാനും നിങ്ങളൊക്കെ പോലെയുള്ള സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന സാധാരണക്കാരനായിട്ട് വളർന്നു വന്ന, ഇപ്പോൾ അസാധാരണക്കാരനായി എന്നല്ല, പിന്നെയോ ഇങ്ങനെ തലേ
തലക്കെട്ടും ജുബ്ബയൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വേദെല്ലാം പറയുന്നുണ്ടല്ലോ. അള്ളാഹു അതെല്ലാം സ്വീകരിക്കട്ടെ. അങ്ങനെ ആകാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് നൽകി. മാതാപിതാക്കൾ കഷ്ടപ്പാടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ മേഖലയിൽ തന്നെ നിന്നോ എന്ന് അനുവദിച്ചു തന്നതിനാൽ അള്ളാഹു നമുക്കെല്ലാം വലിയ അനുഗ്രഹം നൽകി. നമ്മളും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ മക്കൾ ഒരാളെങ്കിലും എന്ന് നമ്മളിപ്പോ പറയും, അങ്ങനെയല്ല വേണ്ടത്, എല്ലാവരെയും ആക്കണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് ഓരോ ആളുകൾക്കും അനുഗ്രഹം ചൊരിഞ്ഞത്. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യരായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ്, അല്ലാഹുവേ റഈസുൽ ഉലമാ ഉസ്താദ് അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഉസ്താദിന്റെ മക്കളെ കണ്ടാൽ കാണുമ്പോൾ തന്നെ നമുക്ക് അവരാ ഹൈബത്തും വഖാറും എത്രയാണ്. ഉസ്താദിനെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാര് ദർസ് നടത്തുന്ന വലിയ പണ്ഡിതന്മാരായ മക്കൾ, എല്ലാ മക്കളും വലിയ ആലിമീങ്ങൾ. അതെന്തൊരു ഭാഗ്യമാണ്. എല്ലാ മക്കളും ആലിമീങ്ങളായി മാറുക എന്നത് അല്ലാഹു തആല കൊടുത്ത വലിയ പവറല്ലേ. നമ്മൾ ആലിമീങ്ങൾക്ക് അല്ലാഹു തആല പലർക്കും വലിയ അനുഗ്രഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമ്മളെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇരിക്കട്ടെ ബഹുമാനികളെ. ആ നായയുടെ സ്വഭാവം ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. നായ എത്രയും വിശപ്പ് സഹിക്കാൻ തയ്യാറാകും. അത് സ്വാലിഹീങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്, മഹാന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. 10ഓളം നല്ല ഗുണങ്ങൾ നായക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഈ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നായക്ക് നൽകിയ മഹത്വമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ചു, അവരെ കൂടെ കൂടി. അതുകൊണ്ടാണ് അവർക്ക് മഹത്വം വന്നത്. ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാം മഹത്വം അല്ലാഹു തആല നൽകുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കൂ. സഫാ മർവ പർവ്വതം, ആ പർവ്വതം സാദാ പർവ്വതമാണോ? എന്തേ അതിന്റെ മഹത്വം വന്നത്? അതേ, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ഖുർആനിൽ അതിന്റെ പേര് പറഞ്ഞില്ലേ, സഫാ മർവ പർവ്വതം, കുന്നുകൾ. ഇന്ന് അവിടെ നമ്മൾ സഈ ചെയ്യുമ്പോ അതിന്റെ പഴയ രൂപങ്ങൾ അതേപടി കാണുന്നില്ല. അവിടെയൊക്കെ ബിൽഡിംഗ് വന്നുപോയി. എന്നാലും അതിന്റെ മേൽഭാഗത്തിന്റെ ചെറിയ ഭാഗം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ആ പർവ്വത നിരകളെ ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ചില്ലേ? അത് അല്ലാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞില്ലേ? അതിന് അല്ലാഹു മഹത്വം കൊടുത്തത് ഒരു ഉമ്മയുടെ കാല് പതിഞ്ഞു എന്ന കാരണം കൊണ്ടാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹാ, ഹാജറ ബീവിയുടെ കാല് പതിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ലേ സഫാ മർവ പർവ്വതങ്ങൾക്കിടയിൽ. ആ ഉമ്മയുടെ കാല് പതിഞ്ഞ സ്ഥലങ്ങൾക്ക് മഹത്വം വന്നു. ആ മഹദിയുടെ കാല് പതിഞ്ഞപ്പോൾ അതിന് മഹത്വം വന്നതാണ്. അങ്ങനെ തന്നെയാണ് അല്ലാഹു എല്ലാ സ്ഥലങ്ങൾക്കും മഹത്വം കൊടുത്തത്. ലോകത്തെ ഏറ്റവും പവിത്രമായ മണ്ണ് മദീനയിലെ മണ്ണ്. എന്താ കാരണം? അവിടെ ആരുണ്ട്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പതിഞ്ഞ മണ്ണ്. ഇങ്ങനെയാണ് ഓരോ സ്ഥലങ്ങൾക്കും അല്ലാഹു മഹത്വം കൊടുക്കുന്നത്. ഒരുപാട് നീണ്ടുപോകും അതിലേക്കൊക്കെ പോയാൽ. അതുകൊണ്ട് ഈ നായക്ക് മഹത്വം. വകൽബുഹും, അവരുടെ നായ, ഔലിയാക്കളുടെ നായ. അതുകൊണ്ട് ഔലിയാക്കളെ ഇഷ്ടപ്പെടണം, ബദരീങ്ങളെ ഇഷ്ടപ്പെടണം. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, അയാൾ ഔലിയാക്കളാളാണ്, ബദരീങ്ങളാളാണ്. എന്തേ അങ്ങനെ ചേർത്തി പറയുന്നത്? അവരെ ഇഷ്ടപ്പെടുന്നു, അവരെ മഹത്വം പറയുന്നു, അവരെ കുറിച്ച് അതാ പറയുകയാണ്. അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകട്ടെ. ധാരാളം കാര്യങ്ങൾ ഈ ആയത്തിന്റെ ചുവടെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുകയാണ്. ദിക്ർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ചൊവ്വാഴ്ചയാണ് നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് സമാപിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നാളെയും നമുക്ക് പറയാം. ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ
ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകും. പനാടത്തായ തങ്ങൾ സൈനുൽ ആബിദീൻ ജിഫ്രി തങ്ങൾ ദുആക്ക് നേതൃത്വം നൽകിയിട്ട് സമാപിക്കുകയാണ്. അന്നാണ് ബദർ മൗലിദ് ഇവിടെ വെച്ച് നടക്കുന്നത്. അതുപോലെ ഭക്ഷണ വിതരണവും അതിന്റെ തലേന്ന് തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് പള്ളിയിൽ വെച്ച് അസറിന്റെ ശേഷം ബദർ മൗലിദ് എല്ലാ വർഷവും നടക്കുന്നത് പോലെ നടക്കും. മഗ്രിബിന് സമൂഹ നോമ്പ് തുറയും നടക്കും. അതിന്റെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെയും എല്ലാവരുടെയും സഹായങ്ങൾ വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ.